ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. ഞാൻ സൗദി അറേബ്യയിൽ അൽഖോബാറിൽ ജോലി ചെയ്യുന്നു. 27 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്തതിന് ശേഷം 2017 ഞാൻ ഷുഗർ പിടിപെട്ട് നാട്ടിലേക്ക് മടങ്ങിയതാണ്. 2024 ഞാൻ വീണ്ടും സൗദിയിലേക്ക് വന്നു. 2017 എനിക്ക് ഷുഗറുള്ള വിവരം എൻ്റെ കുടുംബത്തിലാർക്കും ഷുഗറില്ലായിരുന്നു. മറ്റുള്ളവർക്കാർക്കും ഷുഗറും എൻ്റെ ബന്ധത്തിൽപ്പെട്ടവർക്ക് വലുതായിട്ട് ഷുഗറുള്ളവരാരും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലാർക്കും ഇല്ലായിരുന്നു. പാപ്പായ്ക്കോ ഉമ്മായിക്കോ സഹോദരങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു. ഇവിടെ 27 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് ഇവിടുത്തെ ഭക്ഷണക്രമങ്ങളും മറ്റു കാര്യങ്ങളും മൂലമായിരിക്കാം എനിക്ക് ഷുഗർ പിടിപെട്ടത്. അങ്ങനെ ഷുഗർ പിടിപെട്ടു. ഞാൻ നാട്ടിലേക്ക് മടങ്ങി. 2017 പോയി ഞാൻ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി ഷുഗർ ചെക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഷുഗർ ഡൗട്ട് വന്ന് ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 450 ആയിരുന്നു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് പോയി ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി കംപ്ലീറ്റ് ബോഡി ചെക്കപ്പും എല്ലാം ചെക്ക് ചെയ്തപ്പോൾ 250 മുകളിലാണ്. അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പ്രമേഹമുണ്ട്, മരുന്ന് കഴിച്ചു തുടങ്ങണം, ഇല്ലെങ്കിൽ ഇത് പല ഭാഗങ്ങളിലും ബാധിക്കും, പിന്നെ ബുദ്ധിമുട്ടായി മാറുന്നു. അവിടുന്ന് 500 mg ദിവസം 2 വീതം കഴിക്കാനുള്ള ഗുളിക ടാബ്ലറ്റ് അവരവിടുന്ന് തന്നു. ഞാനത് ഒരെണ്ണം പോലും ഉപയോഗിച്ചില്ല. ഞാൻ രാവിലെ കുറേ നടക്കും, അങ്ങനെ എടുക്കും, കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചു. അങ്ങനെ നാട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. വളരെ വലുതായിട്ട് എനിക്ക് ഷുഗർ കുറയുന്നതായിട്ട് തോന്നില്ല. പ്രത്യേകിച്ച് ഞാൻ മരുന്ന് കഴിക്കാത്തതുകൊണ്ടായിരിക്കാം. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ 2024 ഞാൻ നേരത്തെ ജോലി ചെയ്ത അതേ സ്ഥാപനത്തിൽ എനിക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ സൗദി അറേബ്യ അൽഖോബാറിൽ വീണ്ടും ജോലിക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞു. ഞാൻ ഷുഗർ ചെക്ക് ചെയ്തു. കഴിഞ്ഞ മാസം ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ ലെവൽ കാണിക്കുന്നത് 251 ആണ്. അവിടുന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു, നിങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അങ്ങനെ അവിടെ നിന്നും എനിക്ക് ഈ മരുന്ന്, ഈ ടാബ്ലറ്റും തന്നു. ഇത് രണ്ടും 500 mg ആണ്. രാവിലെ ഒരെണ്ണം, വൈകുന്നേരം ഒരെണ്ണം, അങ്ങനെ കഴിക്കാൻ പറഞ്ഞു. 8-9 ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാനത് ഗുളിക അങ്ങ് നിർത്തി. അതിനുശേഷം ഞാൻ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഈ പറഞ്ഞ 251 കുറയുന്നില്ല, 250 തന്നെ. അങ്ങനെ ഇരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഐക്കോഫിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ നാട്ടിലുള്ളവരുമായി ബന്ധപ്പെട്ടു ഐക്കോഫിയെക്കുറിച്ച് അന്വേഷിച്ചു. കഴിക്കുന്നവർക്കെല്ലാം മാറ്റമുണ്ട്, നല്ലതാണ് എന്നറിഞ്ഞതിന് ശേഷം ഞാൻ ഐക്കോഫി വരുത്തി. ഐക്കോഫി ഞാൻ 4 ബോക്സ് വരുത്തി. ഒരു ബോക്സിൽ 50 എണ്ണം, ഒരു ദിവസം 2 എണ്ണം. ഇതിൽ 10 ഗ്രാമാണ്. കറക്റ്റ് നമ്മൾ ഒരു കോഫി കുടിക്കുന്ന അതേപോലെ തന്നെ ഇതിനകത്ത് കോഫിയാണ്. പിന്നെ ഇതിനകത്ത് ആയുർവേദ മരുന്നും ചേർന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നത് കഴിച്ചാൽ എങ്ങനെ ആയിരിക്കും, എന്താവും എന്നുള്ളത്. പക്ഷേ ഞാൻ ധൈര്യമായി കഴിക്കാൻ തുടങ്ങി. ആ മരുന്ന് കഴിക്കാൻ തുടങ്ങി, ഈ കോഫി കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം ഷുഗർ ലെവൽ ചെക്ക് ചെയ്തു. 251 ഉണ്ടായിരുന്ന എൻ്റെ ഷുഗർ ലെവൽ ഒരാഴ്ചത്തെ മരുന്നിൽ 223 എത്തി. കാണാമായിരിക്കും. 223 എന്നുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച, ഞാൻ എല്ലാ ദിവസവും വെള്ളിയാഴ്ച, എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവിലെയാണ് ചെക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കുമ്പോൾ അത് 202 എത്തി. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഞാൻ ഇന്ന് ചെക്ക് ചെയ്യുമ്പോൾ 187 എത്തി. എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഷുഗറിനാൽ ബുദ്ധിമുട്ടുന്ന ഞാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ ഷുഗർ ലെവൽ 187 എത്തിക്കാൻ കഴിയും. ഇനി ഒരു 2 ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മുടെ നോർമലിലേക്ക് എത്തും. ഇപ്പോൾ ഞാൻ അതിനകത്തുള്ള ഒരു ബോക്സ് പോലും കഴിച്ചിട്ട്, ഒരു ബോക്സ് കഴിച്ചിട്ടു, ഒരു ബോക്സിനില്ല, കംപ്ലീറ്റ് കഴിച്ചിട്ടു. ഇപ്പോൾ അടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, പൂർണ്ണ സന്തോഷവാനാണ്. ശാരീരികമായി ഒരു ബുദ്ധിമുട്ടുമില്ല. നന്നായിട്ട് ജോലി ചെയ്യുന്നു, നന്നായിട്ട് ഉറക്കം കിട്ടുന്നു, രാവിലെ നല്ല ഉഷാറായിട്ട് ജോലിക്ക് പോകാൻ സാധിക്കുന്നു. ഭക്ഷണക്രമങ്ങളൊക്കെ പഴയതുപോലെ തന്നെ രാവിലെ സാധാരണ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് നെയ്ച്ചോറോ ബിരിയാണിയോ സാദാ ചോറോ മീൻകറിയോ ഇറച്ചിയോ എന്ത് വേണേലും കഴിക്കുന്നു, ഒരു കുഴപ്പവുമില്ല. വൈകുന്നേരം ചപ്പാത്തിയും മറ്റെന്തെങ്കിലും കറികളും കാര്യങ്ങളും. അതുകൊണ്ട് ഷുഗറുമായി ബന്ധപ്പെട്ട്
ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്കെല്ലാം ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ ഐ കോഫി. അതുകൊണ്ട് ഐ കോഫി കഴിക്കുക, നിങ്ങളുടെ ഷുഗർ ലെവൽ എന്നേക്കുമായി കുറയ്ക്കുക. ഓക്കെ, ബൈ.